ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, നമ്മളെപ്പോലൊരു മലയാളി ജർമ്മനിയിൽ താമസിക്കുമ്പോൾ അത്യാവശ്യം മേടിക്കുന്ന സാധനങ്ങൾക്ക് എത്ര യൂറോ ആകും എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. ഇപ്പം കോൺഫ്ലെക്സും ബ്രെഡും ഒക്കെ ആണല്ലോ നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ കോൺഫ്ലെക്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രാൻഡുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ബ്രാൻഡാണെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോഴത്തേനും വില കുറവായിരിക്കും. ഈ 750 ഗ്രാം കോൺഫ്ലെക്സിനാണെങ്കിൽ €2.69 ആകും ഇവിടെ. ഇനി കോൺഫ്ലെക്സ് ഇതേ ക്വാണ്ടിറ്റി, അതായത് 750 ഗ്രാം കെലോക്സിൻ്റെയാണ് മേടിക്കുന്നതെങ്കിൽ €4.89 ആകും. ഇപ്പോൾ ചില ആൾക്കാർ കോൺഫ്ലെക്സ് ഒന്നും പ്രിഫർ ചെയ്തിട്ടില്ല, മുസ്ലി ആയിരിക്കും. പല വെറൈറ്റി ഇവിടെയുണ്ട്. ഏകദേശം ഈ ഒരു മുസ്ലിക്ക് ഇവിടെ €3 ആകും. ഇനിയിപ്പം ചായ കുടിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം കണ്ണൻദേവൻ്റെയോ അല്ലെങ്കിൽ AVTയുടെയോ ഒന്നും ചായ പൊടിയായിട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടുമല്ല. ഇവിടെ ടീ ബാഗാണ് കൂടുതലും. അതും നമുക്ക് ഈ ഫ്ലേവേർഡ് ടീ ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ ടീ ഉണ്ട്. ഏകദേശം €1.85 തൊട്ട് €2.99 വരെ ആക്കാം ടീ ബാഗിന്. ഇനി ടീ ബാഗുകൾ വാങ്ങിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റുകളിൽ തേയില ഇല കിട്ടും. പിന്നെ ഇതിന് ഏകദേശം €6 ആകും ഇവിടെ. ഇനി കാപ്പി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്വന്തം നെസ്കഫെ ഇവിടെയും കിട്ടും, ഇതുപോലെ കുപ്പിക്കകത്താക്കി. ഈ 100 ഗ്രാം നെസ്കഫേക്ക് €5.29 ആകും. ഇനി നിങ്ങൾ ഈ കാപ്പിപ്പൊടിയും അതുപോലെ ഈ കുപ്പിയിലെ ഈ സാധനം ഓർത്ത് വെക്കുക. ഇത് വെച്ചാണ് നമ്മൾ ഇനി പർച്ചേസിംഗ് പവർ പാരിറ്റി പറയാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം. ഞങ്ങൾ കൂടുതലും കാപ്പി കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നെസ്കഫയുടെ കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരാഴ്ചത്തേനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കാപ്പിക്കുരു ആക്കി, അതായത് ഇപ്പോൾ ഒരു മെഷീൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് കാപ്പിക്കുരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ചിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം കാപ്പി. ഇപ്പം മറിച്ച് ഞങ്ങൾ നെസ്കഫയുടെ കുപ്പി മേടിക്കുമ്പോഴത്തേനും നമ്മൾ 2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാപ്പിക്കുരുവിലേക്ക് മാറാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇനി ഇതുപോലത്തെ ഒരു നമ്മൾ പാക്കറ്റാണ് മേടിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 ആഴ്ചയോളം ഉണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഓഫർ പ്രൈസാണ് €10. ഇനിയിപ്പം ഞങ്ങളുടെ കഴിഞ്ഞ റീലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ 2 തരത്തിലുള്ള ബ്രെഡുകൾ കിട്ടും. ഒന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഈ പാക്കറ്റ് ബ്രെഡുകളും, രണ്ടാമത്തേതെന്ന് പറയുന്നത് ബേക്കറിയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മെഷീൻ ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാവുന്ന ഇവിടുത്തെ ടിപ്പിക്കൽ ബ്രെഡുകളും. ഇനി ഇതുപോലുള്ള പാക്കറ്റ് ബ്രെഡുകളാണ് നമ്മൾ മേടിക്കുന്നത് എങ്കിൽ €1.89 ആകും. അതല്ല, നമ്മൾ ബേക്കറി സെക്ഷനിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡാണെങ്കിൽ 79 സെൻറ്റും. ഇനി ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ജാമിനാണെങ്കിൽ €1.39. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ജാമൊന്നും ഇഷ്ടമല്ലായിരിക്കും രാവിലെ കഴിക്കാനായിട്ട്, ഇല്ല സാൻഡ്വിച്ച് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വെച്ച് കഴിക്കാൻ പറ്റുന്ന മീറ്റിൻ്റെ സാധനങ്ങൾ, അതായത് ഇവിടെ കോൾഡ് കട്ട്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സലാമി അല്ലെങ്കിൽ സോസേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊരു കംപ്ലീറ്റ് സെക്ഷൻ തന്നെ ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. ചിക്കൻ്റെ ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഏകദേശം €1.59 ആകും 80 ഗ്രാമിൻ്റെ പാക്കിന്. ഇതുപോലെ നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള സലാമിയൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ അതിന് ഏകദേശം 150 ഗ്രാമിന് €2.29 ആവും. നമ്മുടെ കറികൾക്കെല്ലാം വേണ്ടത് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. ഇപ്പം നമ്മൾ 1 കിലോയുടെ ചുമന്നുള്ളിയാണ് എടുക്കുന്നത് എങ്കിൽ €1.99 ആകും. 200 ഗ്രാം വെളുത്തുള്ളിക്ക് €1.19 ആവും. നമ്മൾ കഴിഞ്ഞ റീലിട്ടപ്പം ഇഞ്ചിയുടെ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും ചൈനയിൽ നിന്ന് വരുന്ന ഇഞ്ചിയാണ്. 100 ഗ്രാമിന് €60. തീർച്ചയായിട്ടും ഇത്തരം സൂപ്പർ മാർക്കറ്റിൽ ബയോ സാധനങ്ങളും കിട്ടും. ബയോ ഇഞ്ചിയാണ് ഇതാണ് മേടിക്കുന്നതെങ്കിൽ ഈ ഒരു പാക്കറ്റിന് €99 ആകും. തക്കാളിക്ക് 1 കിലോയ്ക്ക് €1.49 ആകും ഇവിടെ. ഇനി നമുക്ക് തേങ്ങ അരച്ചുള്ള കറിയൊക്കെ വേണമെങ്കിൽ തേങ്ങ ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് €1.99 ആവും. നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ ഇവിടെ കിട്ടും. 1 കിലോയ്ക്ക് €3.29 ആണ്. പക്ഷേ ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് €1.99. 1/2 കിലോ ബീൻസിന് €2.79. കോളിഫ്ലവറിന് ഇവിടെ പീസ് പ്രൈസാണ് വരുന്നത്. ഈ ഒരെണ്ണത്തിന് €2.49 ആവും. പക്ഷേ ഇപ്പോൾ 16% ഓഫ് ഉള്ളത് കൊണ്ട് €2.19. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ പാളയംകുടം പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമോ ഒന്നും ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ ചുറ്റിയിട്ട മാത്രമേ കിട്ടത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ 1 കിലോ ആണ് മേടിക്കുന്നതെങ്കിൽ ഏകദേശം €1 ആകും. ആപ്പിൾ തന്നെ പല വെറൈറ്റി ഉണ്ട്, പല ബ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാധാ ആപ്പിൾ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ആപ്പിളാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഏകദേശം €1.99 ആകും. പല ബ്രാൻഡിൻ്റെ പല വിലയാണ് ഇവിടെ.
അതുപോലെ ഓറഞ്ച് ആണെങ്കിലും €1.99 ആണ് 1 കിലോയ്ക്ക്. നമ്മൾ കഴിക്കുന്ന പാർബോയിൽഡ് റൈസും അതുപോലെ തന്നെ ബസുമതി അരിയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഈ സൂപ്പർ മാർക്കറ്റിന്റെ ബ്രാൻഡാണ്. 1 കിലോ പാർബോയിൽഡ് റൈസ് ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ €1.49 അല്ല നമ്മൾ ബസുമതി റൈസ് ആണ് മേടിക്കുന്നതെങ്കിൽ 1 കിലോയ്ക്ക് €2.69 ആകും. നമ്മുടെ മിക്ക കറികൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എണ്ണ വേണം. അപ്പോൾ ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിൽ സൺഫ്ലവർ ഓയിലും കിട്ടും, അതുപോലെ തന്നെ ഒലിവ് ഓയിലും കിട്ടും. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 1 ലിറ്ററിന് ഏകദേശം €2.49 ആകും. പഞ്ചസാര ഇപ്പം നമ്മൾ 1 കിലോ ആണ് മേടിക്കുന്നത് എങ്കിൽ €1.49 ആകും. ചിക്കൻ നിങ്ങൾ നമ്മുടെ പല വീഡിയോസിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇവിടെ പലതായിട്ട് കിട്ടും. അതായത് ഇപ്പം ബ്രൂസ്റ്റ് ഫില്ലറ്റ് എന്ന് പറയുന്ന ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു പാക്കറ്റ്, അതായത് 1 കിലോയ്ക്ക് €9.79 ആകും. ഇനി ചിക്കൻ ബ്രസ്റ്റ് വേണ്ട, ഇപ്പം നമ്മൾ തൊടയും കാലും കൂടെയുള്ള ഭാഗമാണ് നോക്കുന്നതെങ്കിൽ 2 കിലോയുടെ പാക്കറ്റിന് ഏകദേശം €7 ആകും. ഇപ്പം നിങ്ങൾ ചിക്കൻ അല്ല നോക്കുന്ന, പോർക്കാണ് നോക്കുന്നത് എങ്കിൽ കറി വെക്കാൻ പറ്റുന്ന പോർക്കൊക്കെ 1.5 കിലോ €5 ഉള്ളൂ. ഇനി ബീഫാണെങ്കിൽ 1 കിലോയ്ക്ക് €10. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കറിക്കും ബീഫ് ഫ്രൈക്കൊക്കെ പറ്റിയ, അതായത് നമുക്ക് ഈ ഫാറ്റ് കണ്ടന്റ് കുറഞ്ഞ ബീഫാണ്. ഇതാണെങ്കിൽ €13 ആകും 1 കിലോയ്ക്ക്. പാൽ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന പോലെ തന്നെ ലോങ് ലൈഫ് മിൽക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് മിൽക്കും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത് ഫ്രഷ് മിൽക്കിൻ്റെയാണ്. ഈ ഒരു ലിറ്ററിന് €1.45 ആവും. തൈര് 500 ഗ്രാമിന് 95 സെൻറ്റ്. ഒരു പക്ഷേ ഇവിടുത്തെ മുട്ടയെ പറ്റി പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ച് കൗതുകം തോന്നിയേക്കാം. അതായത് ഇവിടെ പലതരത്തിലുള്ള മുട്ട കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട് വളർത്തിയ കോഴിയുടെ മുട്ടയുണ്ട്, അതായത് സ്ട്രെസ് ഇച്ചിരി കൂടിയ മുട്ട, അല്ലെങ്കിൽ തുറന്നു വിട്ട കോഴിയുടെ മുട്ടയുണ്ട്, സ്ട്രെസ് കുറഞ്ഞ മുട്ട. തുറന്നു വിട്ട കോഴിയുടെ മുട്ടയാണെങ്കിൽ കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷെ അതാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ബ്രാൻഡിൽ ഈ മുട്ടയുടെ വില എന്ന് പറയുന്നത് €2.29. അത് 10 എണ്ണം ഉണ്ട്. എവിടെ പോയാലും നമുക്ക് ഈ മാഗി കാണുമ്പം ശരിക്കും ഒരു സന്തോഷമല്ലേ. അപ്പം ഈ ഒരു മാഗിയുടെ പാക്കറ്റിന് ഇവിടെ 79 സെൻറ്റാണ്. പക്ഷേ ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് 55 സെൻറ്റിന് കിട്ടും. അതല്ല, ക്നോറിൻ്റെ ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് ഇവിടെ കിട്ടും. ഇതിനാണെങ്കിൽ ഒരെണ്ണത്തിന് 49 സെൻറ്റ്. ഉപ്പിന് 1 കിലോയ്ക്ക് 29 സെൻറ്റ്. ഹൈൻസിൻ്റെ ബ്രാൻഡഡ് കെച്ചപ്പ് ആണെങ്കിൽ €2.99 ആവും. നേരത്തെ നമ്മൾ കണ്ട ഹൈൻസിൻ്റെ കെച്ചപ്പ് 500 ml ആയിരുന്നു. അപ്പോൾ അതേ ക്വാണ്ടിറ്റി ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ബ്രാൻഡ് മേടിക്കുകയാണ് €1.69 ആവും. ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ബ്രാൻഡിൻ്റെ ബയോ ജ്യൂസൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു പാക്കറ്റ്, അതായത് ഏകദേശം 1 ലിറ്റർ ജ്യൂസിന് €1.69 ആവും. ഇതേ ക്വാണ്ടിറ്റി തന്നെ ഓറഞ്ച് ആണെങ്കിൽ €1.99, അതുപോലെ ഗ്രേപ്സ് ആണെങ്കിൽ €1.95 ആവും. ഞങ്ങൾ റീലിനകത്താണെങ്കിൽ സെൽഫ് സ്കാനിങ് മെഷീൻ, അതായത് സ്കാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സെൽഫ് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം കുറേ പേർക്ക് വന്നൊരു സംശയമാണ്, ഇപ്പം നമ്മൾ എല്ലാ സാധനവും സ്കാൻ ചെയ്യാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. നമ്മളിതെല്ലാം ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിപ്പോൾ 1-2 സാധനം മറന്നു പോയെന്ന് വെച്ചോ സ്കാൻ ചെയ്യാനായിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ആ 2 സൈഡിലും സ്കാനേഴ്സ് വെച്ചിട്ടുണ്ട്, അവിടെ അത് കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും സ്കാൻ ചെയ്തിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങാനായിട്ട്. ഇപ്പം നിങ്ങൾ കണ്ട ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചപ്പോഴത്തേന് ഏകദേശം €66 ആയി ടോട്ടൽ. ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഇത്രയും പൈസ ആകുമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പം സ്റ്റുഡൻ്റായിട്ട് താമസിക്കുന്നവർക്ക് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അത് കുറച്ചുള്ള സാധനങ്ങൾ മേടിക്കുമ്പം കുറഞ്ഞ എമൗണ്ട് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ വേണമായിരിക്കും, അപ്പോൾ എമൗണ്ട് കൂടിയേക്കാം. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു മിനിമം എമൗണ്ടിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത്ര €, ആകും. ഒരു €60 ആകും നമുക്ക് സൂപ്പർ മാർക്കറ്റ് എക്സ്പെൻസ് ആയിട്ട്. നമുക്കിപ്പോൾ ഇത്രയും സാധനം വാങ്ങിക്കാനായിട്ട് €66 ആയെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളാണെങ്കിലും ഞങ്ങളാണെങ്കിലും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 66 × 88 നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണെങ്കിലും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റുപ്പീസ് എന്ന് പറയുന്നത് 5800 സംതിങ് ആണ്. 5000 രൂപ കൂട്ടിക്കോ. നമ്മൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത്, ദൈവമേ നാട്ടിലായിരുന്നെങ്കിൽ പകുതി സാധനത്ത് ഇത്രയും സാധനങ്ങൾ പകുതി വിലയ്ക്ക് മേടിക്കാമെന്നുള്ളത്. നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്രയും വിലയില്ല. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ചെയ്യുന്ന ആ കാൽക്കുലേഷൻ തെറ്റാണെന്നുള്ളത്. അതായത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മറിച്ച് പർച്ചേസിംഗ് പവർ പാരിറ്റി റേറ്റ് വെച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ പർച്ചേസിംഗ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ 2 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയും ജർമ്മനിയും എടുക്കുകയാണെങ്കിൽ, അവിടുത്തെ ഒരു നാണയം കൊടുക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങൾ ആ രാജ്യത്ത് നമുക്ക് കിട്ടും എന്ന് നമ്മൾ അളക്കുന്നത് ഈ പർച്ചേസിംഗ് പവർ വെച്ചാണ്. അല്ലെങ്കിൽ അതാണ് പർച്ചേസിംഗ് പവർ
പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാരിറ്റി എന്താണെന്ന് നോക്കുമ്പോഴത്തേന് ഇപ്പം 1 രൂപ എന്ന് പറയുന്നത് 1 യൂറോ ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതായത് 2 രാജ്യത്തെയും നാണയങ്ങൾക്ക് ഒരേ മൂല്യമാണെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്ന ആ ഒരു റേഷ്യോ ആണ് ഈ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നെസ്കഫയുടെ കാപ്പിപ്പൊടി ഇവിടെ 100 ഗ്രാം ആ കുപ്പി മേടിക്കണമെങ്കിൽ 5 യൂറോ 29 സെൻറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ജർമ്മനിയിൽ നെസ്കഫയുടെ 100 ഗ്രാമിൻ്റെ കുപ്പി മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ 5 യൂറോ 29 സെൻറ്റ് ആകുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് 5 യൂറോ 29 സെൻറ്റ് ഇൻറ്റു 88 രൂപ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 460 രൂപ. പോട്ടെ 500 രൂപ എടുത്തോ. അപ്പോൾ നമുക്കറിയാം 500 രൂപ അല്ലെങ്കിൽ 460 രൂപ ആകത്തില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ 100 ഗ്രാമിന് നെസ്കഫേ മേടിക്കാൻ. കൂടിപ്പോയ 330 രൂപ ആണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടേക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള കാപ്പിപ്പൊടിയുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 330 ഡിവൈഡഡ് ബൈ 5.29 ചെയ്യണം. അതായത് ഏകദേശം 62. പക്ഷെ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് ഇപ്പോൾ പോയി എല്ലാ സാധനത്തിൻ്റെയും പർച്ചേസിംഗ് പവർ പാരിറ്റി റേറ്റ് കണ്ടുപിടിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്ക് ഇതുപോലൊരു സാധാരണക്കാരൻ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് അതിൻ്റെ ഒരു ആവറേജ് പർച്ചേസിംഗ് പവർ റേറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പർച്ചേസിംഗ് പവർ പാരിറ്റി റേറ്റ് എന്ന് പറയുന്നത് 31.43 ആണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നുള്ളത്. നിങ്ങളിപ്പം 2 രാജ്യങ്ങളുടെ ജീവിത ചെലവുകളും അതുപോലെ ജീവിത നിലവാരവും കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെയാണ് ശരിക്കും ഈ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ഉപയോഗം വരുന്നത്. നിങ്ങൾക്ക് നാട്ടിലൊരു ജോലിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ എല്ലാ ടാക്സസും എല്ലാ പിടിയും വലിയും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ സമയത്താണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നൊരു ഓഫർ വരുന്നത്. അപ്പോൾ എംപ്ലോയർ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എത്രയാണെന്നുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ഉപയോഗം വരുന്നത്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പർച്ചേസിംഗ് പവർ റേറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു 31.43 എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ സാലറി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ 1 ലക്ഷം രൂപയെ നിങ്ങൾ ഡിവൈഡഡ് ബൈ 31.4 ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്ന യൂറോ വാല്യൂ എന്ന് പറയുന്നത് 3180 യൂറോ ആണ്. 3180 യൂറോ എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ് സാലറി, അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട്, ടാക്സസും പിടിയും വലിയും എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന എമൗണ്ട്. അത് നല്ലൊരു സാലറി തന്നെയാണ് ജർമ്മനിയിൽ. അതേ സമയത്ത് നിങ്ങൾ ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ചല്ല, മറിച്ച് എക്സ്ചേഞ്ച് റേറ്റ് വെച്ചാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്ന നെറ്റ് സാലറി എന്ന് പറയുന്നത് 1200 യൂറോ ആണ്. നിങ്ങളിപ്പോൾ റീലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രാങ്ക്ഫർട്ടോ ബെർലിനോ അങ്ങനെ നല്ലൊരു ഒരു ഇൻ്റർനാഷണൽ സിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റീസിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിച്ചം ഒന്നും കാണത്തില്ല. ഈ 1200 യൂറോയിൽ ചിലവൊന്നും നടന്നു പോകത്തില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ നാട്ടിൽ ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് ആ ഒരു ജീവിത സാഹചര്യം വെച്ച് ജർമ്മനിയിൽ താമസിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3000 യൂറോ 3180 യൂറോ എങ്കിലും വേണം നിങ്ങൾക്ക് മാസം നെറ്റ് സാലറി ആയിട്ട്. അപ്പം ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു 2 രാജ്യത്തെ ജീവിത നിലവാരവും ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടാനായിട്ട് സഹായിക്കും ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി. ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പൈസ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരുമ്പോൾ മാത്രമാണ്. ഇപ്പം ജർമ്മനി ഇന്ത്യയും തമ്മിൽ ഒരുപാട് പൈസ മാത്രമല്ല ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അവിടെയൊന്നും നമുക്ക് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ മേടിച്ച സാധനങ്ങൾക്ക് 66 യൂറോ ആയി. അത് നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏകദേശം നാട്ടിലെ 2000 രൂപ ആകുന്നതേ ഉള്ളൂ. അതായത് ഇത്രയും സാധനങ്ങൾ നമുക്ക് നാട്ടിൽ 2000 രൂപ വെച്ച് മേടിക്കാനായിട്ട് പറ്റുമെന്നാണ് അതിൻ്റെ സാരാംശം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതുപോലെ ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ കൊടുക്കാനായിട്ട് മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.